അല്ല കാലുകാക്കേ, പറയ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ കൂടെ ഒരു മാലാഖയുണ്ടായിരുന്നില്ലേ, അവരെവിടെ? അവളെൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയില്ല. അങ്ങനെ ഞാൻ അവളെ ഒരു കുപ്പിയിലാക്കി കാട്ടിലൊരിടത്ത് കുഴിച്ചിട്ടു. എന്തായാലും കുറച്ച് ദിവസത്തിനകം ആ മാലാഖയെ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കുപ്പിയിൽ നിന്നും പുറത്തെടുക്കും. ഇനി അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ ആ കുപ്പി മണ്ണിൽ കുഴിച്ചിട്ടപ്പോൾ ചോട്ടുമാൻ ആ കുപ്പി പുറത്തെടുത്തു. എന്ത്? ആ മാനിൻ്റെ മാലാഖയെ സ്വതന്ത്രയാക്കിയെന്നു? ചോട്ടുമാനെ, ഞാനിതാ വരുന്നു. മൂൺലൈൻ കാട്ടിൽ നല്ല കാലാവസ്ഥയായിരുന്നു. എല്ലാ മൃഗങ്ങളും തടാകത്തിൽ വെള്ളം കുടിക്കാൻ വന്നിരിക്കുമായിരുന്നു. വൗ, എത്ര തണുപ്പും എത്ര മധുരവും ഉള്ള വെള്ളമാണ്. സത്യത്തിൽ ആ മാലാഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരാണല്ലോ നമ്മുടെ വറ്റി വരേണ്ട കുളത്തിൽ വെള്ളം നിറച്ചത്. അതെ, സത്യമാണ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ മാലാഖയോട് കടപ്പെട്ടിരിക്കും, അല്ലേ? അവിടെ അപ്പോഴേക്കും കറുത്ത കാക്ക വന്നു. എല്ലാവരും ജീവനോടെ കണ്ട് ഞെട്ടിപ്പോയി അവൻ. അല്ല, ഈ കുളത്തിലെ വെള്ളം എങ്ങനെ നിറഞ്ഞത്? വറ്റി വരേണ്ടതിനാൽ 2 മാസം മുമ്പേ ഞാൻ ഇവിടെ നിന്ന് പോയിരുന്നു. എന്നിട്ട് ഈ കുളം എങ്ങനെ നിറഞ്ഞു? നീ ചെറിയ പ്രശ്നം വന്നാ ഓടുന്ന ആളല്ലേ. എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാ അപ്പോൾ ഓടിക്കളയും. അധികം സംസാരിക്കണ്ട. ഇത് പറ, ഇത്ര കഠിനമായ ചൂടുണ്ടായിട്ടും കുളത്തിലെ വെള്ളം എങ്ങനെ നിറയുന്നതെന്ന്? 2 മാസം മുമ്പ് ഞങ്ങൾ എല്ലാവരും വറ്റി വരളുന്ന കുളം കണ്ട് വിഷമിച്ചപ്പോൾ ഒരു മാലാഖയെ കുപ്പിയിലടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ കുപ്പിയിൽ നിന്ന് മാലാഖയെ മോചിതയാക്കി. അവരാണ് നമ്മുടെ കുളത്തിൽ മുഴുവൻ വെള്ളം നിറച്ചത്. നീ എന്താ പറഞ്ഞേ? ഒരു മാലാഖ ബോട്ടിൽ കുടുങ്ങിക്കിടക്കുന്നെന്നോ? അതെ. എന്തേ? എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. ഇത് പറഞ്ഞ് കാക്ക അവിടുന്ന് പോയി. പറന്നവൻ ഒരു കുടിലിന്റെ അടുത്തേക്ക് എത്തി. അവിടെ അതേ വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. അല്ല കാലുകാക്കേ, പറയ്, എന്തൊക്കെയുണ്ട് വിശേഷം? മോണ്ട് വേട്ടക്കാരാ, നിങ്ങളുടെ കൂടെ ഒരു മാലാഖയുണ്ടായിരുന്നില്ലേ, അവരെവിടെ? അവളെൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയില്ല. അങ്ങനെ ഞാൻ അവളെ ഒരു കുപ്പിയിലാക്കി കാട്ടിലൊരിടത്ത് കുഴിച്ചിട്ടു. എന്തായാലും കുറച്ച് ദിവസത്തിനകം ആ മാലാഖയെ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കുപ്പിയിൽ നിന്നും പുറത്തെടുക്കും. ഇനി അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ ആ കുപ്പി മണ്ണിൽ കുഴിച്ചിട്ടപ്പോൾ ചോട്ടുമാൻ ആ കുപ്പി പുറത്തെടുത്തു. നീ എന്തായി പറയുന്നത്? അതേന്നേ, അവൻ ആ മാലാഖയെ കുപ്പിയിൽ നിന്നും മോചിപ്പിച്ചു. ആ മാലാഖയാണെങ്കിൽ കാട്ടിലെ കുളത്തിലെ വെള്ളവും നിറച്ചു. കാട്ടിലെ മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാ. എന്ത്? ആ മാനിൻ്റെ മാലാഖയെ സ്വതന്ത്രയാക്കിയെന്നു? ചോട്ടുമാനെ, ഞാനിതാ വരുന്നു. വേട്ടക്കാരൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അവനോടൻ തന്നെ കാട്ടിലേക്ക് പുറപ്പെട്ടു. ചോട്ടുമാനും രാമു ആനയും കുറുക്കനും കൂടെ കളിക്കുകയായിരുന്നു. കാട്ടിലെ ഒരു മരത്തിന്റെ മുകളിൽ വേട്ടക്കാരൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. വരൂ ചോട്ടുമാനെ, ഇനി നിങ്ങൾ ഒളിക്കും, ഞാൻ നിങ്ങളെ കണ്ടുപിടിക്കും. ഇങ്ങനെ പറഞ്ഞ് രാമു ആന കണ്ണടച്ചു. എന്നിട്ട് എണ്ണാൻ തുടങ്ങി. ദുർഭാഗ്യവശാൽ ചോട്ടുമാൻ നേരെ ആ മരത്തിന്റെ അടിയിൽ ഒളിച്ചു. അവിടെ ആ വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. വന്നിരിക്കുന്നു എന്റെ ഇര. വേട്ടക്കാരൻ അപ്പൊ തന്നെ വലയങ്ങ് ഇട്ടു. ചോട്ടുമാൻ ആ വലയിൽ കുടുങ്ങുകയും ചെയ്തു. അയ്യോ അയ്യോ, ഈ വല എവിടെ നിന്നാ വന്നത്? ചോട്ടുമാനെ! ചോട്ടുമാന്റെ അടുത്തേക്ക് അവരോടി. അപ്പോഴേക്കും വേട്ടക്കാരൻ ചോട്ടുമാന്റെ തലയിൽ തോക്ക് വെച്ചു. ആരെങ്കിലും എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവനെ വെടിവെച്ചിടുന്നതാണ്. രാമുവന അവനെ തട്ടാൻ പോവുകയായിരുന്നു. ചോട്ടുമാന്റെ ജീവിതം അപകടത്തിലാന്ന് അറിഞ്ഞപ്പോ അവനൊന്ന് നിന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ വേട്ടക്കാരൻ ചോട്ടുമാനെ കൊണ്ട് തടാകത്തിന്റെ അവിടെ പോയിരുന്നു. അവൻ ഇപ്പോഴും ചോട്ടുമാന്റെ തലയിൽ തോക്ക് വെച്ചേക്കുമായിരുന്നു. ഇനി ഏതെങ്കിലും മൃഗം ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഈ ചോട്ടുമാനെ വെടിവെച്ചിടും. ഇത് കേട്ട് എല്ലാ മൃഗങ്ങൾക്കും ഒരുപാട് ദേഷ്യമായി. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പതിയെ പതിയെ ഒരുപാട് മൃഗങ്ങൾ അവിടെ വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്, പക്ഷെ കുളത്തിലെ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കാട്ടിലുള്ള ആരെയും ദാഹിച്ചു വലയാൻ വിടില്ല. നിങ്ങളെല്ലാവരും വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ചോളൂ. അയാൾ എന്തായാലും എന്നെ കൊല്ലും, പക്ഷേ എനിക്കതിലൊരു വിഷമവുമില്ല. വേണ്ട ചോട്ടുമാനെ, നീ ആ മാലാഖയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ കുളത്തിൽ വെള്ളം ഉണ്ടാവുമായിരുന്നില്ല. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചവനെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കൊല്ലുന്നു. നിന്നെ കൊല്ലുന്നത് ഞങ്ങൾക്ക് എങ്ങനെ നോക്കി നിൽക്കാനാവും? ദുഷ്ടനായ വേട്ടക്കാരാ, നീ എത്ര നാൾ എന്നെ ഇങ്ങനെ ബന്ദിയാക്കും? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നീ എന്നെ കൊല്ലാൻ പോവാണോ അതോ ജീവനോടെ വിടാൻ പോവുകയാണോ? ആ നീലമാലാഖ എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സമ്മതിച്ചില്ല.
അതുകൊണ്ട് ഞാൻ അവരെ മണ്ണിൽ കുഴിച്ചിട്ടു. പക്ഷെ നീ അവളെ മോചിപ്പിച്ചത് ഒട്ടും ശരിയായില്ല. നീ നിന്റെ കണ്ണുകൊണ്ട് നിന്റെ സുഹൃത്തുക്കൾ മരിക്കുന്നത് കാണണം. അതിനുശേഷം നീയും ദാഹം കൊണ്ട് മരിച്ചു വീഴും. ഇത് കേട്ട് ചോട്ടുമാന് വിഷമമായി. അപ്പൊ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് പറഞ്ഞു, നീലമാലാഖേ, നീ എവിടെയാണ്? ചോട്ടുമാന്റെ ജീവിതം അപകടത്തിലാ. എത്ര തന്നെ ശബ്ദമുണ്ടാക്കിയാലും നിങ്ങളുടെ ദേവതയ്ക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അവർക്ക് കോളൊക്കെ പോവാനായിട്ട്. അപ്പോഴേക്കും എല്ലാവരും ഒരു ശബ്ദം കേട്ടു. മണ്ടൻ വേട്ടക്കാരാ, ഞാൻ ഇവിടെയുണ്ട്. നീ ആരെ പിടിക്കാനായി ഇരിക്കുന്നത്? ഇതാരുടെ ശബ്ദമാണ്? എല്ലാരും നോക്കുമ്പോ വേറൊരു ചോട്ടുമാൻ മുമ്പിലോട്ട് വരുന്നു. അല്ല, ഈ 2 ചോട്ടുമാനൊക്കെ എങ്ങനെ ഉണ്ടായി? 2 എണ്ണമല്ല, ചോട്ടുമാൻ ഞാൻ തന്നെയാ. അത് വേറെ ഏതോ മാനാ. അങ്ങനെയോ? എന്നാ ശരി, ഞാൻ നിന്നെയും പിടിച്ചു കിട്ടും. വേട്ടക്കാരൻ ചോട്ടുമാനെ വിട്ടു. എന്നിട്ട് വേറെ ചോട്ടുമാന്റെ അടുത്തേക്ക് പോയി തോക്കെടുത്ത് ഉന്നം വെച്ചു. ഇനി ആരെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഇവനെ കൊല്ലും. എന്തൊരു മണ്ടൻ വേട്ടക്കാരനാ ഇത്. ഇപ്പോഴും എന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും വേറൊരു ചോട്ടുമാനും വന്നു. അത് കണ്ടപ്പോ എല്ലാവരുടെയും കിളി പോയി. 3ാമതൊരു ചോട്ടുമാനോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഈ കാട്ടിൽ എത്ര ചോട്ടുമാനോ ഉള്ളത്? വേട്ടക്കാരൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോ എല്ലാ മൃഗങ്ങളും ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് എല്ലാ മൃഗങ്ങളും തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ച് ദാഹം മാറ്റി. നീ ചെയ്തതൊട്ടും ശരിയായില്ല. 3 ചോട്ടുമാനുണ്ടെങ്കിൽ 3 എണ്ണത്തിനെ ഞാൻ കൊല്ലും. വേട്ടക്കാരൻ അവനെ തോക്കെടുത്ത് വെടിവെക്കാൻ പോയപ്പോ തോക്ക് തന്നെത്താനെ അങ്ങ് പറന്ന് മുകളിലോട്ട് പോയി. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവിടേക്കപ്പൊ നീലമാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖയെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി. എടാ ദുഷ്ടവേട്ടക്കാരാ, നീ തോക്ക് ഉന്നം വെച്ചിരുന്ന ആ ചോട്ടുമാൻ അത് തന്നെയായിരുന്നു ശരിക്കുമുള്ള ചോട്ടുമാൻ. ബാക്കി വന്ന ചോട്ടുമാനൊക്കെ എന്റെ മാന്ത്രികം കൊണ്ട് വന്നവരായിരുന്നു. ബാക്കിയുണ്ടായിരുന്ന 2 ചോട്ടുമാൻ അപ്രത്യക്ഷരായി. വേട്ടക്കാരൻ ഇതെല്ലാം കേട്ടും കണ്ടും ഭ്രാന്തനെ പോലെ മുടി വലിച്ച് നിലവിളിച്ചു. നീ എന്നെ മൂങ്ങയാക്കുകയാണല്ലേ? എന്താ നീ പറഞ്ഞത്? മൂങ്ങയാക്കിയെന്നോ? എന്തായാലും ആ ഐഡിയ കൊള്ളാം. ഇത് പറഞ്ഞ നീലമാലാഖ അവളുടെ മാന്ത്രിക വടിയെടുത്ത് വേട്ടക്കാരനെ ഒരു മൂങ്ങയാക്കി. ഇതെന്തു പറ്റി? ഞാൻ മൂങ്ങയായി മാറിയോ? നീ ഈ കാട്ടിലെ മൃഗങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. ഇനി നീ മൃഗങ്ങളെ പോലെ ഒന്ന് ജീവിച്ചു നോക്ക്. അപ്പോഴറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇല്ല, ഞാൻ തിരിച്ചു വരും. ഞാൻ എല്ലാ പ്രശ്നങ്ങളും മാറി തിരിച്ചു വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പറന്നുപോയി. നന്ദിയുണ്ട് നീലിമാലാഖേ. നിങ്ങൾ സമയത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും മരിച്ചു വീഴുമായിരുന്നു. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്നെ ഓർത്താൽ മതി. ഞാൻ പോട്ടെ. ബൈ ബൈ കൂട്ടുകാരെ. ബൈ ബൈ ചോട്ടുമാനെ. ഇങ്ങനെ പറഞ്ഞ് മാലാഖ കാറ്റത്ത് പറന്നു. അത് കണ്ട എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ അവൾക്ക് ടാറ്റ പറഞ്ഞു. ഈ അമിട്ട് പോലെ ഇരിക്കുന്ന ഹംസം ഞങ്ങളെ ആക്രമിക്കുമെന്നോ? ഒരു ഹംസിനിക്ക് 3 കുട്ടികൾ ഉണ്ടായിരുന്നു. 3 അരുമയായ കുട്ടികൾ. ഒരു ദിവസം ഹംസിനി മറ്റൊരു കുട്ടിക്ക് കൂടി ജന്മം നൽകി. ഈ കുഞ്ഞ് മറ്റു 3 പേരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അതിന്റെ ചിറകുകളും കൊക്കും സ്വർണവർണ്ണത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഹംസിനി അതിന്റെ പേര് ഗോൾഡി എന്നാക്കി. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം, മോനെ ഗോൾഡി, നീ ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. നിനക്കിനി പറക്കാൻ സമയമായി. നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അമ്മേ, ഞാൻ വായുവിൽ എത്ര തവണ ചിറകിട്ടടിച്ചിട്ടും എനിക്ക് ആകാശത്തേക്ക് ഉയരാൻ സാധിക്കുന്നില്ല. എന്റെ ചിറകുകൾ യഥാർത്ഥ സ്വർണം കൊണ്ടുള്ളതാണ്. ജീവിതകാലം മുഴുവൻ എനിക്ക് പറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഗോൾഡി ഏറെ വിഷമത്തോടെ ഈ സത്യം വെളിപ്പെടുത്തി. ഈ സമയത്താണ് ഇരയെ അന്വേഷിച്ച് നടക്കുകയായിരുന്ന 2 കഴുകന്മാർ അവിടേക്ക് എത്തിയത്.
ഹായ്, ഈ കുടുംബത്തെ മൊത്തമായി കാണുമ്പോൾ തന്നെ സ്വാദൂറുന്നതായി തോന്നുന്നു. എന്തായാലും കുശാലാകും. അവരെ കണ്ടതും ഹംസിനിയും മറ്റു 3 കുട്ടികളും വല്ലാതെ പേടിച്ചു. എന്നാൽ ഗോൾഡി അവരുടെ മുന്നിൽ നിലയുറപ്പിച്ചു. നിങ്ങൾ ദുരുദ്ദേശത്തോടുകൂടി എന്റെ അമ്മയെയും സഹോദരങ്ങളെയും നോക്കേണ്ടതില്ല. അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല. ഈ അമിട്ട് പോലെ ഇരിക്കുന്ന ഹംസം ഞങ്ങളെ ആക്രമിക്കുമെന്നോ? ഈ പരിഹാസം കേട്ടപ്പോൾ ഗോൾഡിക്ക് ദേഷ്യം വന്നു. അവൻ തന്റെ കൊക്കുകൊണ്ട് ആ 2 കഴുകന്മാരെയും ആക്രമിക്കാൻ തുടങ്ങി. അവന്റെ കൊക്കിൽ നിന്നും ഒരു തരത്തിലുള്ള കറണ്ട് പ്രവഹിക്കുവാൻ തുടങ്ങി. അതേറ്റ് 2 കഴുകന്മാരുടെയും അവസ്ഥ പരിതാപകരമായി. ഇതിനെന്തോ മന്ത്രശക്തിയുണ്ട്. ഇത് കറണ്ട് അടിപ്പിക്കുന്നുണ്ട്. കഴുകന്മാർ പെട്ടെന്ന് രക്ഷപ്പെട്ട് പറന്നു കളഞ്ഞു. കുടുംബം സന്തുഷ്ടരായി. ഇതിന്റെ അർത്ഥം നിന്റെ കൊക്കിന് ദിവ്യശക്തി ഉണ്ടെന്നാണ്. നിനക്ക് ദേഷ്യം വരുമ്പോൾ അതിലൂടെ കറണ്ട് വരും. ഇത് കേട്ടപ്പോൾ ഗോൾഡിക്ക് സന്തോഷമായി. അവൻ പറഞ്ഞു, അത് നന്നായി. എനിക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും കുടുംബത്തിന്റെ കാവലാളായി ഇരിക്കാൻ കഴിയുമല്ലോ. അടുത്ത ദിവസം ഹംസിനി ഗോൾഡിയെ തനിച്ചാക്കി മറ്റു 3 കുട്ടികളോടൊപ്പം ആഹാരം അന്വേഷിച്ചിറങ്ങി. വൈകിട്ടോടെ ഭക്ഷണം ശേഖരിച്ച് 4 പേരും മടങ്ങിയെത്തി. ഹംസിനി താൻ തേടിക്കൊണ്ടുവന്ന ആഹാരത്തിന്റെ പകുതി ഗോൾഡിയുടെ മുന്നിലേക്ക് വെച്ചു. മക്കളെ, നിങ്ങൾ തേടിക്കൊണ്ടുവന്ന ആഹാരത്തിൽ നിന്ന് കുറേശ്ശെ നിങ്ങളുടെ സഹോദരന് കൊടുക്കൂ. അങ്ങനെ അവന്റെ പങ്കു തികയ്ക്കൂ. പക്ഷേ അമ്മേ, ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ആഹാരം തേടിപ്പിടിച്ചത്? നിങ്ങൾക്കറിയാമല്ലോ ഗോൾഡിക്ക് പറക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ദിനവും അവനുള്ള ആഹാരം കൂടി കണ്ടെത്തണം. അവൻ നിങ്ങളുടെ സഹോദരനാണെന്ന് മറക്കരുത്. സഹോദരങ്ങൾ ഹംസിനി പറഞ്ഞത് അതേപടി അനുസരിച്ചു. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഗോൾഡിയോടുള്ള വിദ്വേഷം നുരപൊന്തിയിരുന്നു. ഗോൾഡിക്ക് പറക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഹംസിനി 3 പേർക്കും നൽകിയിരുന്നതിനേക്കാൾ സ്നേഹവും ശ്രദ്ധയും ഗോൾഡിക്ക് നൽകിയിരുന്നു. മറ്റു 3 സഹോദരങ്ങൾക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അമ്മേ, ഗോൾഡി ഇതുവരെയും ഇവിടം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. കാടിന്റെ മറ്റു ഭാഗങ്ങൾ കാണാൻ അവന്റെ ഉള്ളിലും ആഗ്രഹം കാണില്ലേ? അവൻ അതിന് പറക്കാൻ കഴിയില്ലെങ്കിൽ നമുക്കതിൽ എന്താണ് ചെയ്യാനാവുക? ഗോൾഡി, നിനക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ എന്താ? നിന്നെ ഞങ്ങൾ ഇന്ന് കാട് മുഴുവനും ചുറ്റിക്കാണിക്കുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞിട്ട് അവർ 3 പേരും ഒരു കമ്പ് എടുത്തുകൊണ്ടുവന്നു. 2 പേർ ചേർന്ന് കമ്പിന്റെ 2 അറ്റം കൊക്കുകൊണ്ട് കടിച്ചു പിടിച്ചു. ഗോൾഡി, നീ നിന്റെ കൊക്കുകൊണ്ട് ഈ കമ്പിൽ കടിച്ചു തൂങ്ങൂ. അതിനെ വിട്ടുകളയരുത്. അത് കേട്ടപ്പോൾ ഗോൾഡിക്കും വളരെയധികം സന്തോഷമായി. അവൻ കമ്പിൽ കടിച്ചു തൂങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവർ 2 പേരും ചേർന്ന് കമ്പിനെ ഉയർത്തിക്കൊണ്ട് ആകാശത്തേക്ക് പറന്നു. 3ാമത്തെ സഹോദരനും അവരുടെ പിന്നാലെ പറന്നു. ഗോൾഡിക്ക് ആകാശത്ത് നിന്ന് നോക്കുമ്പോഴുള്ള കാടിന്റെ മനോഹാരിത ഏറെ ഇഷ്ടപ്പെട്ടു. കാടിന്റെ ഒത്ത നടുവിലായി വലിയൊരു കിണറുണ്ടായിരുന്നു. അതിന് എത്രത്തോളം ആഴമുണ്ടെന്ന് ആരും ഇതുവരെ തിട്ടപ്പെടുത്തിയിരുന്നില്ല. 4 സഹോദരങ്ങളും ഏതാണ്ട് കിണറിന്റെ അടുത്ത് പറന്നെത്തി. ഹേ ഗോൾഡി, നീ ഞങ്ങൾക്ക് ശേഷമാണ് ജനിച്ചത്. നീ ഞങ്ങളെക്കാൾ ഇളയവനാണ്. എന്നിട്ടും അമ്മയ്ക്ക് നിന്നോടാണ് ഏറ്റവും കൂടുതൽ പ്രിയം. ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടുവരുന്ന ആഹാരത്തിന്റെ കുറച്ചു ഭാഗം നിനക്ക് പങ്കുവെക്കേണ്ടിയും വരുന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുകയാണ്. ഇപ്പോൾ എന്നേക്കുമായി ഞങ്ങൾ നിന്നെ ഒഴിവാക്കുകയാണ്. 2 സഹോദരങ്ങളും കമ്പിലുള്ള പിടുത്തം വിട്ടു. ഗോൾഡി നേരെ കിണറ്റിനുള്ളിലേക്ക് വീഴാൻ തുടങ്ങി. ഇതിനുശേഷം 3 സഹോദരങ്ങളും കരഞ്ഞു വിളിച്ചുകൊണ്ട് ഹംസിനിയുടെ അടുത്തേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ഹംസിനിക്ക് ആകെ ആശങ്കയായി. ഞങ്ങൾ 3 പേരും ഗോൾഡിയുമായി നദിയുടെ മുകളിലൂടെ പറക്കുകയായിരുന്നു. അവൻ അവിചാരിതമായി വായി തുറന്നത് കാരണം പിടിവിട്ട് നദിയിലേക്ക് വീണു. ഞങ്ങൾ അവനെ രക്ഷിക്കാൻ ആവതും ശ്രമിച്ചു. എന്നാൽ അവൻ നദിയിൽ മുങ്ങി താഴ്ന്നുപോയി. വാർത്ത കേട്ട് ഹംസിനിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകാൻ തുടങ്ങി. എന്നാൽ മറുവശത്ത് ഗോൾഡൻ കിണറ്റിലേക്ക് വീണുവെങ്കിലും അവിടെ നിന്ന് മറുവശ കാഴ്ച അവനെ ഏറെ അത്ഭുതപ്പെടുത്തി. കിണറിനപ്പുറം ഭൂമിക്കടിയിലായി ഏറെ മനോഹരമായൊരു കാടുണ്ടായിരുന്നു. അവിടെ വെച്ച് അവനൊരു മുയലിനെ കണ്ടുമുട്ടി. അല്ല, നീ ആരാ? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇത് കേട്ട ഗോൾഡി നടന്നതെല്ലാം അവനോട് പറഞ്ഞു. എന്ത് ദുഃഖകരമായ കാര്യമാണ്. നിന്റെ സ്വന്തം സഹോദരങ്ങൾ കൊല്ലുവാനായി കിണറ്റിലേക്ക് എറിഞ്ഞുവന്നോ? നീ വിഷമിക്കണ്ട. ഇവിടെ നിനക്കുള്ള എല്ലാ ചികിത്സയും നടക്കുകയും ചെയ്യും. നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുമാകും. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ ജംബോ ആനയെ വിളിച്ചു. വിളി കേട്ടതും അതവിടേക്ക് വന്നു.
നിന്റെ കൊക്കുകൾക്ക് കറണ്ട് അടുപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്, പക്ഷെ ചിറകുകൾക്ക് ഭാരം കൂടുതലാണ്. ഇതു കാരണം നിനക്ക് പറക്കാൻ കഴിയില്ല. ശരി, ഞാൻ അതിനെ ചികിത്സിച്ച് ശരിയാക്കി തരാം. ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കും. ഇത് കേട്ട് ജംബോ തന്റെ തുമ്പിക്കൈ കൊണ്ട് ഗോൾഡിയുടെ ചിറകുകളെ ഒരു പ്രാവശ്യം തഴുകി. തന്റെ സ്വർണ്ണവർണ്ണ ചിറകുകൾ മനോഹരമായ ചുവപ്പ് ചിറകുകളായി മാറി. അവന് വായുവിലേക്ക് ഉയരാനും സാധിച്ചു. ഹായ്, എനിക്കിപ്പോൾ പറക്കാൻ കഴിയുന്നുണ്ട്. വളരെ വളരെ നന്ദി ജംബോ. അതൊന്നും വലിയ കാര്യമല്ല. മോസ്റ്റ് വെൽക്കം. ഞാൻ ഇനി മടങ്ങുന്നു. അമ്മ എന്നെ കാണാതെ ഏറെ വിഷമിക്കുന്നുണ്ടാവും. അവരോട് യാത്ര ചോദിച്ചിട്ട് അവൻ വീട് ലക്ഷ്യമാക്കി പറന്നു. മറുവശത്ത് കഴുകന്മാർ ഗോൾഡിയുടെ കുടുംബത്തെ ആക്രമിക്കുവാൻ തയ്യാറായി നിന്നു. നിങ്ങളെ രക്ഷിക്കാനുള്ളവനും പോയി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കുള്ള സദ്യ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഗോൾഡിയെ കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ ഈ ദുഷ്ടന്മാരായ കഴുകന്മാരിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമായിരുന്നു. നീ എന്താണ് ഈ പറയുന്നത്? അതെ അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരനോട് അസൂയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവനെ കൊല്ലുന്നതിനായി കിണറ്റിലേക്ക് എറിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു പോയ തെറ്റിൽ കുറ്റബോധം തോന്നുകയാണ്. ഇനി നീ മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഞാൻ ജീവനോടെ ഇരിക്കും കാലം നിങ്ങൾക്ക് എന്റെ കുഞ്ഞുങ്ങളെ തൊടാൻ പോലും സാധിക്കില്ല. ഇത് പറഞ്ഞിട്ട് ഹംസിനി കുട്ടികൾക്ക് മുന്നിൽ മറയായി നിന്നു. അതൊരു പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നിന്നെ തന്നെ തീർക്കാം. രണ്ടു കഴുകന്മാരും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതേയുള്ളൂ. ആ സമയം ഗോൾഡി അവരുടെ മുന്നിലേക്ക് പറന്നിറങ്ങി. ഭഗവാനെ, ഇവൻ എങ്ങനെ തിരിച്ചു വന്നു? ഗോൾഡി തന്റെ മാന്ത്രിക ശക്തിയുള്ള കൊക്കുകൊണ്ട് ഓരോ കഴുകനെയായി ആക്രമിക്കുവാൻ തുടങ്ങി. രണ്ടുപേരുടെയും ശരീരത്തിൽ നന്നായി കറണ്ട് അടുപ്പിച്ചു. കറണ്ട് കൊണ്ടുള്ള ശക്തമായ ആക്രമണത്തിൽ രണ്ടുപേർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന നില വന്നു. രക്ഷപ്പെടൂ, ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടൂ, അല്ലെങ്കിൽ ഇവൻ കറണ്ട് അടുപ്പിച്ച് നമ്മളെ കൊല്ലും. രണ്ടുപേരും അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് പറന്നുപോയി. സഹോദര, ഞങ്ങളോട് ക്ഷമിക്കൂ. നിന്നെ കൊല്ലാനാണ് ഞങ്ങൾ അവിടെ തള്ളിയത്. പക്ഷെ ഇന്ന് നീ വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരും ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് എനിക്കിന്ന് പറക്കാൻ സാധിക്കുന്നത്. നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, വരൂ, എന്നെ ആലിംഗനം ചെയ്യൂ. ഹംസിനി അവനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ഗോൾഡി ഉണ്ടായ കഥകളെല്ലാം അവളെ കേൾപ്പിച്ചു. അന്നു മുതൽ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയാൻ തുടങ്ങി.